രസമുണ്ടല്ലോ. ഇവൾക്ക് ഇത് തന്നെയാണോ പരിപാടി? നല്ല രസമുണ്ടെന്ന് തോന്നുന്നു പാല്. ഒന്ന് രുചിച്ചിട്ട് തന്നെ കാര്യം. ആരും കണ്ടില്ല. ശരിയാക്കി തരാം. എന്റെ ദൈവമേ, പാല് കൊള്ളാം. ആരാ എന്നെ പിച്ചിയത്? ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഒന്നും കൂടി കഴിച്ചാലോ? സോനു, നീയായിരുന്നു എന്റെ പാല് കുടിക്കാൻ വേണ്ടി നീ? എന്റെ ദൈവമേ, നിക്കടാ അവിടെ. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാം. എടാ സോനു, നിന്നെ എന്റെ കൈ കിട്ടും. അപ്പൊ കാണിച്ചു തരാം ഈ ജൂലി ആരാണെന്ന്. ഈ പാലൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ പോലും സാധിച്ചില്ല ആ സോനു കാരണം. എന്തായാലും ടോമിനോട് ഈ കാര്യം പറയാം. ഇതെന്താ പരിപാടി? ടോമേ, ജൂലി, നീ എന്താ ഇവിടെ? കണ്ടില്ലേ, ഞാനൊരു പരീക്ഷണത്തിലാണ്. എന്തു പരീക്ഷണം മാറ്റോം? നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം കുറയ്ക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പോവാ. അതെങ്ങനെ? അതൊക്കെ ഉണ്ട് ജൂലി, നീ കണ്ടോ. എനിക്കാവും ഈ പ്രാവശ്യത്തെ നോബൽ സമ്മാനം. നോബൽ സമ്മാനമോ? അതെ. കൊള്ളാലോ. ജൂലി, നീ ഇപ്പൊ പോ, ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. ടോം, ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. ഇപ്പൊ നീ ഒന്നും പറയണ്ട, എനിക്ക് ഇച്ചിരി ഏകാന്തത വേണം.
ശ്ശോ, ഇനിയിപ്പം ഞാൻ ആരോട് പറയും? ടീനയോട് പറഞ്ഞിട്ട് കാര്യമില്ല. സോനു അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ. ടോം എന്താ പറഞ്ഞേ? ശരീരത്തിന്റെ വലിപ്പം കുറയ്ക്കുന്ന മരുന്നോ? കൊള്ളാമല്ലോ ഐഡിയ. ഈ മരുന്ന് കിട്ടിയാൽ പിന്നെ എന്റെ പൊന്നു മോനെ സോനു, നിന്നെ ഞാൻ തന്തൂരിയാക്കും. ആ മരുന്ന് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതെ ടോം, എന്തായി? മരുന്ന് കണ്ടുപിടിച്ചോ? ഇനി ഇത് പരിശോധിക്കണം. ഇത് തന്നെ പറ്റിയ അവസരം. ടോമിന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാണ്. അയ്യോ വേണ്ട വേണ്ട, ഒരു പ്രാവശ്യം സോനുവിനെ പരീക്ഷിച്ചതാണ്. അത് ഓർക്കുമ്പോൾ തന്നെ എന്റെ അമ്മോ വേണ്ട. പിന്നെ എങ്ങനെ പരീക്ഷിക്കും? ഡോക്ടർ സാമുവലാണ് എന്നെ ഈ ഗവേഷണത്തിൽ സഹായിക്കുന്നത്. അദ്ദേഹം വരുന്നുണ്ട്, അപ്പോ അറിയാം. ശരി ടോം. ഡോക്ടർ സാമുവൽ അങ്ങേര് വന്നാ പിന്നെ മരുന്ന് കിട്ടില്ല. അതിനു മുമ്പ് അടിച്ചു മാറ്റണം. ശ്ശോ, ഈ മരുന്ന് എവിടെയാ വെച്ചിരിക്കുന്നത്? ഇത് തന്നെയാവും മരുന്ന്. മോനെ സോനു, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോവാ. എന്തൊരു ചവർപ്പ്! ഒന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാം വെറുതെ ആയോ? ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവർ എപ്പ വേണമെങ്കിലും വരാം. ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ശ്ശോ, ആ പ്രതീക്ഷയും പോയോ? ഹായ് ടോം. ഹായ് ടീന. ഹായ് ഡോക്ടർ. ഇവരൊക്കെ ആരാണ് ടോം? ഡോക്ടർ, ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരാണ്. ഇത് ജിമ്മി, ഇത് സോനു, പിന്നെ ചോട്ടു, ഫ്രാൻ. ഹായ് ഡോക്ടർ. ഹായ്. ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ വെക്കുമോ? ആ വയ്ക്കുമല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്കോരോ ഇഞ്ചക്ഷൻ തരാം. ഏയ് വേണ്ട. അതെ ടോം, എവിടെയാണ് നിന്റെ കണ്ടുപിടുത്തം? വരൂ ഡോക്ടർ, നമുക്ക് എന്റെ റൂമിൽ പോകാം. ദൈവമേ, എന്താ ടോം, എന്തു പറ്റി? ടീന, മരുന്ന് കാണുന്നില്ല. ടോം പേടിക്കാതെ, അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല ഡോക്ടർ, ഞാൻ ഇവിടെ വെച്ചതാണ്. അപ്പ പിന്നെ എവിടെ പോയി? ഷോ, കഷ്ടം തന്നെ.
അതെ ടോം, ദേ ഇത് കണ്ടോ? ദേ ഇതെന്താ ജിമ്മി? ഇത് ജൂലിയുടെ കാൽപ്പാടാണ്. അവളായിരിക്കും ഇതിന്റെ പിന്നിൽ. അവളിത് ചെയ്യുമോ? അതെ ടോം, കുഴപ്പമില്ല. മരുന്ന് കിട്ടുമ്പോ വിളിച്ചാ മതി, ഞാൻ വന്നോളാം. ശരി ഡോക്ടർ. ടോം, നീ വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ജൂലി ഇവിടെ വന്നിരുന്നു. ഞാൻ അവളോട് കാര്യവും പറഞ്ഞു. പക്ഷേ അവൾ ഇത് അവൾ തന്നെ ആകാനാണ് വഴി ടോം. നിനക്ക് മരുന്ന് വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ലേ? അത് തീരെ എളുപ്പമല്ല സോനു. ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ജൂലിയെ കണ്ടുപിടിക്കണ്ടേ? അവളെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല കൂട്ടുകാരെ. അതെ ടോം, നിനക്കെന്റെ കഴിവുകൾ ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതല്ല ജിമ്മി, ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ടീനെ? ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വലുപ്പം കുറയും. അങ്ങനെ ഒരു മരുന്നുണ്ടോ? അപ്പോ ജോലിയെ നീ ഇനി കാണില്ലേ? മരുന്ന് ഫലിച്ചു തുടങ്ങി കാണില്ല സോനു. എന്തായാലും അവളെ നമുക്ക് കണ്ടുപിടിക്കണം. ശരി, നമുക്കെല്ലാവർക്കും വേറെ വേറെ പോയി നോക്കാം. ശ്ശോ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ജൂലിയെ. ഇനിയിപ്പൊ എന്തു ചെയ്യും? ഇവൾ ഇതെവിടെ പോയി? കുഴപ്പമില്ല കൂട്ടുകാരെ, നമുക്ക് നാളെ നോക്കാം. അതാണ് നല്ലത്. അയ്യോ, ആരും കാണാതിരുന്നാ മതിയായിരുന്നു. എന്നാലും ജൂലി എവിടെ പോയി? അത് പോട്ടെ ടോം, നമുക്ക് വൈകിട്ട് ആലോചിക്കാം. വല്ല വിവരവും ഉണ്ടോ ടോം? ഇല്ല ജിമ്മി, നിങ്ങളൊന്ന് ശ്രമിക്കണം. ഞങ്ങൾ വൈകിട്ട് വരാം. കൂട്ടുകാരെ, നമുക്കൊന്നുകൂടി ഗോൾഡൻ സിറ്റി ഒന്ന് അരിച്ചു പേർക്കാം. ശരി ഫ്രാൻ. അയ്യോ, അതെന്താ പ്രേതമോ? മാറിക്ക്, ഞാൻ നോക്കാം. ഇതാരാ ജിമ്മി? അറിയില്ല, ഇവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു. കണ്ടിട്ട് നല്ല പ്രായം തോന്നുന്നുണ്ടല്ലോ. മുത്തശ്ശി, നിങ്ങളാരാ? എന്താ ഇവിടെ? എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? മുത്തശ്ശിയെ കണ്ടിട്ട് നമ്മുടെ ജോലിയുടെ ഒരു ചായ. ഇനിയിപ്പോ ജോലിയുടെ മുത്തശ്ശി വല്ലതുമാണോ? ജോലിയുടെ മുത്തശ്ശിയല്ല ഞാൻ. പിന്നെ മുത്തശ്ശി ആരാ? ഞാൻ മുത്തശ്ശിയല്ല, ഞാൻ തന്നെയാ ജോലി. ജൂലി? നീയോ? അയ്യോ, നിനക്കെന്തു പറ്റി ജോലി? അല്ല ജോലി, നീ എങ്ങനെ ഇങ്ങനെയായി? ഞാനെല്ലാം പറയാം. കണ്ടോ കളവിന്റെ ശിക്ഷ എത്ര വലുതാണെന്ന്?
ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും അവർ വരട്ടെ. ദാ ഇടയ്ക്ക് കുടിച്ചോ. ഹി. ടോം, നീ വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ശരി. ജിമ്മി, ഏതാ ഈ മുത്തശ്ശി? അതെ ടോം, ഇത് മുത്തശ്ശിയല്ല, നമ്മുടെ ജൂലിയ. ജൂലിയോ? ജൂലി, നീയോ? എന്താ ഇങ്ങനെ? അതെ, ഇവൾ നീ ഉണ്ടാക്കിയ മരുന്ന് കഴിച്ച് ഇങ്ങനെ ആയതാണ്. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? അപ്പോ മരുന്ന് മാറിപ്പോയോ? എല്ലാം എന്റെ തെറ്റാണ് ടോം. ഞാൻ സോനുവിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. എന്നിട്ട് പാഠം പഠിച്ചതോ നീ തന്നെ അല്ലേ ജോലി? പേടിക്കണ്ട ജൂലി, ഒരു വഴിയുണ്ടാവും. നമുക്ക് ഡോക്ടർ സാമുവേലിനെ വിളിക്കാം. ഡോക്ടർ എന്തായാലും ഒരു വഴി പറഞ്ഞു തരും. എന്താ ടോം, എവിടെയാ ജൂലി? വരൂ ഡോക്ടർ. ടോം, ഇതൊരു റിയാക്ഷനാണ്, അലർജി പോലെ. പേടിക്കാനൊന്നുമില്ല, കുറച്ച് ദിവസം കൊണ്ട് മാറും. ഞാൻ വീണ്ടും പഴയതുപോലെയാകുമോ ഡോക്ടർ? തീർച്ചയായും ജൂലി. അതെ ടോം, നിന്റെ ഈ കണ്ടുപിടുത്തങ്ങളാണ് ഇതിനൊക്കെ കാരണം. ഇനി നല്ലവണ്ണം പഠിച്ച് വലുതായി നല്ലൊരു ഡോക്ടറായിട്ട് വേണം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താൻ. ശരി ഡോക്ടർ. കുട്ടികൾ ഒരിക്കലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഏർപ്പെടാൻ പാടില്ല. ഏതു പരീക്ഷണമായാലും അത് മുതിർന്നവരുടെ നിരീക്ഷണത്തിൽ മാത്രമേ നടത്താവൂ. ശരി ഡോക്ടർ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി ടോം. എനിക്ക് തീരെ വയ്യാതായപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞാൻ ശത്രുവായി കണ്ടിരുന്ന സോനു അല്ലേ? ആകാശത്തുള്ളൊരു അരയന്ന പിടാതിരാവിലെ എന്നും മുട്ടയിടും. അകലത്തുള്ളൊരു മലയുടെ ചെരുവിൽ നിത്യവും ഓരോ മുട്ടയിടും. ആകാശത്തുള്ളൊരു അരയന്ന പിടാതിരാവിലെ എന്നും മുട്ടയിടും. അകലത്തുള്ളൊരു മലയുടെ ചെരുവിൽ നിത്യവും ഓരോ മുട്ടയിടും. പുലരും മുൻപാ മുട്ട വിരിഞ്ഞൊരു മുട്ടത്തലയൻ തല നീട്ടും. പുലരും മുൻപാ മുട്ട വിരിഞ്ഞൊരു മുട്ടത്തലയൻ തല നീട്ടും. ആ ചെറു മുട്ടത്തലയനെയല്ലോ നമ്മൾ കതിരവനിന്നൊഴി. Tom and Tina.